ഹായ് മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ്സാണ്. വെൽക്കം ടു റേസ് ഏഗൻ. നമ്മുടെ എക്സാം ആണ്. 7ാമത്തെ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പല മക്കളും പറയാറുണ്ട് 7th ചാപ്റ്റർ മിസ് ടഫ് ആണ്, പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, സെറ്റ് ആവുന്നില്ല, റിയാക്ഷൻസ് എഴുതാൻ പറ്റുന്നില്ല, ഇനി ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റുകൾ, ആൻസേഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, കൺഫ്യൂഷൻ ആണ്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, 7th ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിന് നല്ലൊരു ശതമാനം മാർക്കിന് ചോദിക്കും. ആ ഒരു മാർക്ക് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടില്ലടാ. A+ കിട്ടണമെങ്കിൽ ഈ ഒറ്റ കോണ്ടന്റ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. കാരണം 7th ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളും അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾ എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോണ്ടന്റ് വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകളും കോണ്ടന്റ് വീഡിയോസ് എല്ലാം നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇക്വേഷൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ചോദ്യം ഇങ്ങനെയും ചോദിക്കും, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. അതായത് റിയാക്ടന്റുകൾ തരും, പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ തന്നിട്ട് റിയാക്ടന്റുകൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. ഇനി അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കും. റിയാക്ടന്റുകൾ, പ്രൊഡക്റ്റുകൾ, പിന്നെ എന്താണ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ തന്നിട്ട് മാച്ച് ചെയ്ത് എഴുതാൻ ചോദിക്കും. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബേസിക് കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റൂടാ. അപ്പൊ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം അല്ലെ. ഞാൻ ആദ്യത്തെ റിയാക്ഷൻ വായിക്കുകയാണെ. CH3CH ഡബിൾ ബോണ്ട് CH2ലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, +H2 ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് കിട്ടിയത്? CH3 CH2 CH3 ആണ് കിട്ടിയത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് ഉണ്ട് നമ്മുടെ ഒരു റിയാക്ടന്റിലെ. ഈ തന്നിരിക്കുന്ന ഇതാണ് മെത്തയത്ത് പ്രൊപ്പീൻ തന്നിട്ടുണ്ട്. അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അവിടെ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നടക്കുന്നത്? അഡിഷൻ രാസപ്രവർത്തനം, അഡിഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായത് കൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എന്ത് പറയാം, ഇവിടെ നടക്കുന്നത് അഡിഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട് ഓരോരോ റിയാക്ഷൻസിനും പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3ാമത്തത് ഏതാണ്? അഡിഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ 3 എന്ന് എഴുതിയത്. സോ ഒറ്റ കൺസെപ്റ്റ് പഠിക്കുക. അഡിഷൻ റിയാക്ഷൻ ആവണമെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബൺ ആവണം, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആവണം. അതായത് റിയാക്ടൻ സൈഡിൽ ഹൈഡ്രോ കാർബണുകളിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടാവാട്ടോ. മാത്രമല്ല ഈ ഹൈഡ്രജന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ക്ലോറിൻ ആവാം, HCl ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇനി അടുത്ത റിയാക്ഷൻ ആണ് CH3 സിംഗിൾ ബോണ്ട് CH3 + Cl2. ഇവിടെ നമ്മൾ ഹൈഡ്രോ കാർബണിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യാണ്. പ്രൊട്ടക്റ്റുകൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? CH3 CH2 Cl + HCl ആണ് കിട്ടുന്നത്. റിയാക്ടൻ സൈഡിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണോ ഉള്ളത്? അല്ല അല്ലേ. ഈ തന്നിരിക്കുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്, പൂരിത ഹൈഡ്രോ കാർബൺ ആണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? 4ാമത്തെ റിയാക്ഷൻ ആണ്, ആദേശ രാസപ്രവർത്തനമാണ് അവിടെ സംഭവിക്കുന്നത്. ഐഡിയ മനസ്സിലായോ? ഇവിടെ അൺസാച്ചുറേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ അഡിഷൻ എഴുതാൻ കാരണം. ഇവിടെ സാച്ചുറേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതാൻ കാരണം അല്ലേ. പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2 പ്രൊഡക്റ്റുകളും ഉണ്ടാവും. ഇനി അടുത്ത റിയാക്ഷൻ ആണ് CH4 + 2O2 gives CO2 + 2H2O. ഈ റിയാക്ഷൻ നിങ്ങൾ ഏതൊരു ഹൈഡ്രോ കാർബണും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടുന്നത്. അത് ആരുമാവട്ടെ, ആൽക്കൈൻ ആവട്ടെ, ആൽക്കൈൻ ആവട്ടെ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടുന്നത്. ആ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പസ്റ്റൻ റിയാക്ഷൻ അഥവാ ജ്വലനം എന്ന് പറയുന്നത്. അപ്പൊ 2ാമത്തെ റിയാക്ഷൻ ആണ്. ഇപ്പൊ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി പോളിമറൈസേഷൻ റിയാക്ഷന്റെ പ്രത്യേകത എന്താണ്? റിയാക്ടൻ സൈഡിൽ നിങ്ങൾക്ക് N എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാണാം അല്ലേ. N ഈത്തീൻ അല്ലെങ്കിൽ N വിനൈൽ ക്ലോറൈഡ്, N ടെട്രാഫ്ലൂറോ ഈത്തീൻ എന്നൊക്കെ തരാറുണ്ട്. അവിടെ എന്നും പ്രൊട്ടക്ട് സൈഡിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വരച്ചിട്ട് താഴെ എന്നും ഉണ്ടെങ്കിൽ അത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. തെർമൽ ക്രാക്കിംഗ് ആണെങ്കിൽ റിയാക്ടൻ സൈഡിൽ ഹൈ മോളിക്കുലർ മാസ് ഉള്ള ഒരു റിയാക്ടന്റേ ഉണ്ടാവുള്ളൂ അല്ലേ. പ്രൊട്ടക്ട് സൈഡിൽ നമുക്കൊരു സാച്ചുറേറ്റഡും ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിയും കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതേപോലെയും പരീക്ഷയ്ക്ക് ചോദിക്കാന്ന് പറഞ്ഞു. ഇവിടുത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ. മീത്തീൻ തന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണടച്ച് എൻ്റെ മക്കൾക്ക് എഴുതാം ഏതൊക്കെ പ്രൊട്ടക്റ്റുകളാണ് ഉണ്ടാവുന്നത്?
കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ നിങ്ങൾ നോക്കിക്കേ, N എന്ന് നമ്മളിവിടെ കണ്ടില്ലേ, പ്രൊഡക്റ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് തന്നിട്ടുണ്ട്, N എന്ന് തന്നിട്ടുണ്ട്. അതായത് Y എന്ന് പറയുന്ന റിയാക്ഷൻ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്, പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ നോക്കാട്ടോ, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എക്സ്, രാസ സമവാക്യം എക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് ജ്വലനമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. കമ്പസ്റ്റിൻ ആണ്. നെയിം ദ റിയാക്ഷൻ Y. Y എന്നതിന്റെ പേരെന്താണ്, ടൈപ്പ് ഏതാണ്, ഇറ്റ് ഇസ് എ പോളിമറൈസേഷൻ റിയാക്ഷൻ. അടുത്തത് എന്താണ്, ടെഫ്ലോണിന്റെ ഒരു ഉപയോഗം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടെഫ്ലോണിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിൽ നമ്മൾ കാറിന്റെ ഒക്കെ കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ നോൺ സ്റ്റിക് കുക്ക്വെയറിന്റെ ഉള്ളിലുള്ള കോട്ടിങ് എന്താണ്, ടെഫ്ലോൺ ആണ് അല്ലെ, ഇതൊക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇലക്ട്രിക് വയേഴ്സിന്റെ ഇൻസുലേറ്റേഴ്സ് ആയിട്ടും നമ്മൾ ടെഫ്ലോൺ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സെറ്റിലിട റിയാക്ഷൻസ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്, എത്തനോയിക് ആസിഡ് ഇസ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഹാവിംഗ് ഇൻഡസ്ട്രിയൽ വാല്യൂസ്. എന്താണ്, എത്തനോയിക് ആസിഡ് വ്യവസായിക പ്രാധാന്യമുള്ള ഒരു ഓർഗാനിക് സംയുക്തമാണ്. ഹൗ എത്തനോയിക് ആസിഡ് ഇസ് മാനുഫാക്ചർഡ് ഇൻഡസ്ട്രിയലി. എത്തനോയിക് ആസിഡ് വ്യാവസായികമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എത്തനോയിക് ആസിഡ് വളരെ ഈസിയാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്, മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എത്തനോയിക് ആസിഡ് കിട്ടി. നോക്കിക്കേ, മെത്തനോൾ CH3OH ആണ്, കാർബൺ മോണോക്സൈഡ് CO ആണ്. നമ്മൾ നോക്കിക്കേ, CH3COOH എന്നുള്ളത് എന്താണ്, എത്തനോയിക് ആസിഡ് ആണ്. പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ ആണ്. ഈ റിയാക്ഷൻ പഠിച്ചു വെക്കുക. 100% നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യൂസസ് എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്, ഗിവ് എനി വൺ യൂസ് ഓഫ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ യൂസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, കെമിക്കൽസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്, ഓർഗാനിക് സോൾവെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല എക്സാമ്പിൾസും നമുക്ക് എന്ത് ചെയ്യാം, എത്തനോയിക് ആസിഡിന്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ടിടാം. ഈ എത്തനോയിക് ആസിഡ് മാത്രമല്ല നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറെ 2 ആളുകളും കൂടി ഉണ്ട്. ആരൊക്കെയാണത്, മെത്തനോളും എത്തനോളിന്റെയും പ്രിപ്പറേഷൻ ഇവിടെ നോക്കി പഠിച്ചു വെച്ചോളൂ. അതേപോലെ തന്നെ അതിന്റെ യൂസസ് നോക്കി വെക്കുക. കാരണം എത്തനോയിക് ആസിഡ്, മെത്തനോൾ, എത്തനോൾ ഇതിൽ ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, മെത്തനോളിന്റെ പ്രിപ്പറേഷൻ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെത്തനോൾ കിട്ടുന്നു. ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ റിയാക്ഷൻ. CO+2H2 gives എന്താണ്, CH3OH ആണ്. എന്നാൽ എത്തനോളിന്റെ പ്രിപ്പറേഷനിൽ എന്താണ് വരുന്നത്, എത്തനോളിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ എന്താണ്, ഡൈല്യൂട്ടഡ് മൊലേസ് എടുക്കുകയാണ്. പഞ്ചസാര C12H2211+H2O എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ഈസ്റ്റിനകത്തുള്ള ഇൻവേർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഈ സൂക്രോസിനെ എന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ഫോർമുല എന്താണ്, C6H12O6 ആണ്. ഈ C6H12O6 നമ്മുടെ ഈസ്റ്റിൽ അടങ്ങിയ വേറൊരു എൻസൈമാണ് സൈമേസ്. ഓക്കെ, ആരാണ്, സൈമേസ് പ്രവർത്തിച്ചിട്ട് നമുക്ക് എത്തനോളും അവിടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പഠിക്കുന്നതൊക്കെ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് A+ ഉറപ്പാടാം. ഇനി അടുത്ത ചോദ്യം എന്താണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്, എസ്റ്റേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. എസ്റ്ററുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഈഥൈൽ എത്തനോവേറ്റ്. എന്താണ് ചോദിച്ചത്, ഈഥൈൽ എത്തനോവേറ്റിന്റെ രാസ സമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഈഥൈൽ എത്തനോവേറ്റ്. ഈഥൈൽ എത്തനോവേറ്റ് ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിനെ സമവാക്യം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാം, ഒരു ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എസ്റ്ററും വാട്ടർ മോളിക്യൂളും കിട്ടുന്നത്. ഈഥൈൽ എത്തനോവേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആരെയാണ് ആവശ്യം, എത്തനോയിക് ആസിഡിനെയും ആവശ്യമുണ്ട്, നമുക്ക് എത്തനോളിനെയും ആവശ്യമുണ്ട്. ഇവിടെ നോക്കുക കേട്ടോ, എത്തനോയിക് ആസിഡിൽ COOHലെ OHും എത്തനോളിലുള്ള ഈ ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ആയിട്ട് മാറുന്നത്. ബാക്കിയുള്ള പാർട്ട് നമ്മൾ ഒന്നിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. CH3CO OCH2CH3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈഥൈൽ എത്തനോവേറ്റ് കിട്ടി. ഇവിടെ നമ്മൾ കെമിക്കൽ റിയാക്ഷനും എഴുതിയിട്ടുണ്ട്. ഈഥൈൽ എത്തനോവേറ്റിന്റെ സ്ട്രക്ചർ, അതായത് ആ ഒരു കണ്ടൻസ്ഡ് ഫോർമുലയും നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതും പഠിച്ചു വെക്കുക. ഈഥൈൽ എത്തനോവേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി ഏതൊരു എസ്റ്റർ നിങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഒരു ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡും ഏത് എസ്റ്ററാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
എസ്റ്റർ കിട്ടും. ഇനി കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് എസ്റ്റർ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? COO എന്ന് പറയുന്ന ഒരു പാർട്ട് ആ തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന എസ്റ്ററിന്റെ ഉദാഹരണമാണ്. സബ്ജക്റ്റും ടോപ്പിക്കും ക്ലിയർ ആണല്ലോ എന്റെ മക്കൾക്ക്? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. വാട്ട് ഇസ് ദ ബൈ പ്രൊഡക്റ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോപ്പ്? വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം ഏതാണ്? ബൈ പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിന്റെ ആൻസർ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ ജി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ചെക്ക് ചെയ്യുന്നതാണ്. അവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റണം. ഒരു കോണ്ടന്റ് വീഡിയോ പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അത് കണ്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സുകൾ കാണാം. ബൈ.